നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നാമത്തിനും മേലായ നാമമുള്ള നസ്രേനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഈ വീഡിയോയിൽ കൂടെ നാം വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുവാൻ ഒരവസരം കൂടെ ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള അറിവ് നമുക്കെല്ലാവർക്കും പരിമിതമാണ്. നമുക്ക് തിരുവചനത്തിൽ കൂടെ വെളിപ്പെടുത്തപ്പെട്ട അറിവല്ലാതെ മറ്ററിവുകളില്ല. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. എന്നാൽ ഒരു ദിവസം നമ്മുടെ കർത്താവിനെ നാം മുഖാമുഖമായി കാണുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ പൂർണ്ണ മഹത്വം നമുക്ക് വെളിപ്പെട്ടു വരുവാനിടയായി തീർന്നത്. എന്നാൽ ബൈബിളിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ തന്നെ എല്ലാവർക്കും വേണ്ടവണ്ണം ഇതുവരെയും ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കുറവ് നമുക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ ദൈവവചന പഠനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നിങ്ങളുടെ മുൻപാകെ ഷെയർ ചെയ്യുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവിനെ കുറിച്ച് ബൈബിളിൽ വായിക്കുമ്പോൾ 147 സങ്കീർത്തനം 5 വാക്യം, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവൻ്റെ വിവേകത്തിന് അന്തമില്ല. ദാനിയേൽ 11:32 ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും ഞങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇരമ്യാ 9:24 ഇങ്ങനെ പറയുന്നു, പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ, ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് എത്രത്തോളം ഗ്രഹിപ്പാൻ കഴിയുമോ അത്രത്തോളം ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുവചന ധ്യാനത്തിൽ നിന്ന് കർത്താവിനെ കുറച്ചുകൂടെ ഗ്രഹിച്ചറിവാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ആരാണ്? അവൻ ദൈവത്തിൻ്റെ ഏകജാതനാകുന്ന പുത്രനാണ്. അവൻ ദൂതന്മാരുടെ ആരാധനാപാത്രമാണ്. അവൻ സൃഷ്ടികർത്താവാണ്. അവൻ മുഖാന്തരമാണ് സകലവും ഉളവായത്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ അവനാണ്. സകലത്തെയും ശക്തീകരിക്കുന്നതും വലുതാക്കുന്നതും അവൻ്റെ പ്രവൃത്തിയാണ്. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ അവനാണ്. അവൻ അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമാണ്. അവൻ യുദ്ധവീരനും സൈന്യങ്ങളുടെ യഹോവയുമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ വീരനാം ദൈവമാണ്. അവൻ നിത്യ പിതാവാണ്. അവൻ സമാധാന പ്രഭുവും എൻ്റെ സമാധാനവുമാണ്. അവൻ സർവശക്തനാണ്. അവൻ അത്യുന്നതനാണ്. അവൻ വലിയ പ്രവാചകനാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. അവൻ ദാവീദിന്റെ വേരും വംശവുമാണ്. അവൻ ശുഭ്രമായ ഉദയനക്ഷത്രമാണ്. അവൻ നീതിയിൻ സൂര്യനാണ്. അവൻ ദൈവതേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണ്. യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാണ്. അവൻ സത്യ ദൈവവും നിത്യജീവനുമാണ്. സകലവും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും അവനാണ്. നിർണയിച്ചതുപോലെ നിവർത്തിപ്പാൻ ശക്തനാണ്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവരും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നതും അവനാണ്. ലോകാവസാനം എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. എൻ്റെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്നവനാണ്. എൻ്റെ കഷ്ടതയും പ്രയാസവും കാണുന്നവനാണ്. എൻ്റെ മാറായെ മധുരമാക്കുന്നവനാണ്. എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നവനാണ്. എൻ്റെ വിലാപത്തെ നൃത്തമാക്കുന്നവനാണ്. എൻ്റെ ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്നവനാണ്. എൻ്റെ അകൃത്യമൊക്കെയും മോചിച്ചു തരുന്നവനാണ്. എൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. അവൻ മനുഷ്യവേഷത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവൻ ജീവനും നമ്മുടെ നിത്യജീവനുമാണ്. അവൻ പുനരുത്ഥാനമാണ്. അവൻ നീതിമാനും എൻ്റെ നീതിയുമാണ്. അവൻ വഴിയും വഴികാട്ടിയുമാണ്. അവനാണ് സത്യം. അവൻ ജീവന്റെ അപ്പമാണ്. അവൻ ജീവജലവും ജീവജലത്തിൻ്റെ ഉറവുമാണ്. അവൻ ബലവാനും അവൻ ബലവാനും എൻ്റെ ബലവുമാണ്. അവൻ എൻ്റെ കോട്ടയാണ്. അവൻ എൻ്റെ ഗോപുരമാണ്. അവൻ എൻ്റെ ഉറപ്പുള്ള ശാശ്വത പാറയാണ്.
അവൻ എൻ്റെ പരിചയമാണ്, അവൻ എൻ്റെ സങ്കേതമാണ്, അവൻ ജ്ഞാനിയും ജ്ഞാനവുമാണ്, അവൻ സഭയുടെ മൂലക്കല്ലാണ്, അവൻ എൻ്റെ സഹായമാണ്, അവനാണ് എൻ്റെ നന്മ, അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അവൻ നല്ല മുന്തിരിവള്ളിയാണ്, അവൻ എൻ്റെ മധ്യസ്ഥനാണ്, അവൻ എൻ്റെ അഡ്വക്കേറ്റാണ്, അവൻ സ്നേഹമാണ്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്, അവൻ കരുണയുള്ളവനാണ്, അവൻ മനസ്സലിവുള്ളവനാണ്, അവൻ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവനാണ്, കക്ഷങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്, എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് അവനാണ്, അവൻ എൻ്റെ ഓഹരിയാണ്, അവൻ എൻ്റെ സാക്ഷിയും ജാമ്യക്കാരനുമാണ്, അവൻ പാപത്തെ വെറുക്കുന്നവനും പാപിയെ സ്നേഹിക്കുന്നവനുമാണ്, സ്വന്തം പ്രാണൻ നമുക്കായി തന്നവനാണ്, ദൈവമായിരുന്നവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാണ്, അവൻ മേലിൽ നിന്ന് ഉള്ളവനാണ്, അവൻ എൻ്റെ ആത്മമണവാളനാണ്, അവൻ എൻ്റെ പ്രാണപ്രിയൻ, വെണ്മയും ചുമപ്പുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ, അവൻ മാത്രം പരിശുദ്ധൻ, മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ, 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും അറിയുന്നവൻ, അവൻ പ്രവാചകന്മാരെക്കാളും ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ, അവൻ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ, അവൻ അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, അവൻ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, പഴയ നിയമ ശുശ്രൂഷകന്മാരെല്ലാവരെക്കാളും അവൻ ശ്രേഷ്ഠൻ, പഴയ നിയമ കൂടാരങ്ങളെക്കാൾ അവൻ ശ്രേഷ്ഠൻ, യാക്കോബിനേക്കാൾ അവൻ വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, അവൻ നല്ല ഇടയനും വലിയ ഇടയനുമാണ്, അവൻ ശ്രേഷ്ഠ ഇടയനാണ്, അവനെപ്പോലെ സമ്പന്നൻ ആരുമില്ല, അവൻ എനിക്ക് എല്ലാറ്റിനും എല്ലാമാണ്, അവൻ മാത്രം യോഗ്യൻ, അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമാണ്, അവൻ എൻ്റെ ആശ്വാസമാണ്, അവൻ എൻ്റെ സ്നേഹിതനാണ്, അവൻ ദൈവത്തിൻ്റെ ആദ്യജാതനും എൻ്റെ മൂത്ത സഹോദരനുമാണ്, അവനാണ് എൻ്റെ മാതൃക, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നവനാണ്, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്, അവൻ ദൈവാതി ദൈവമാണ്, അവൻ മഹാദൈവമാണ്, അവൻ എൻ്റെ മഹത്വമാണ്, അവനാണ് എൻ്റെ പ്രത്യാശ, അവൻ എൻ്റെ ന്യായാധിപനാണ്, അവൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവമാണ്, സാത്താന്യ ശക്തികളും പ്രകൃതി ശക്തികളും മേലും അധികാരം ഉള്ളവനാണ് അവന്, വാനഗോളങ്ങളെ നിയന്ത്രിക്കുന്നത് അവനാണ്, വിശുദ്ധന്മാരെ ചേർക്കുവാനും ലോകത്തെ ന്യായം വിധിക്കുവാനും വീണ്ടും ഇറങ്ങി വരുന്നവനാണ്, അവൻ ഈ ലോകത്തെ നീതിയോടെ ഭരണം നടത്തുവാൻ എത്രയും വേഗം മടങ്ങി വരുന്നവനാണ്. ദൈവം പറയുന്നു 1 ശമൂവേൽ 2:30, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനാകും. യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 34-ാം സംഘത്തിന് 3-ാം വാക്യം, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ദൈവത്തിൻ്റെ നാമം നാം ഉയർത്തുമ്പോൾ സാത്താൻ നടുങ്ങുന്നു. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, 16-ാം സങ്കീർത്തനം 4-ാം വാക്യം, അന്യദേവന്മാരുടെ നാമങ്ങളെ എൻ്റെ നാവിന്മേൽ ഞാൻ എടുക്കുകയുമില്ല. ദൈവമക്കളെ, അന്യദേവന്റെ നാമങ്ങൾ നമ്മുടെ നാവിന്മേൽ എടുക്കരുത്. നമ്മുടെ നാവിൽ എടുക്കുവാൻ പറ്റിയ ഏക നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. നമ്മുടെ അധരങ്ങളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമായിരിക്കണം എപ്പോഴും ഉയർന്നിരിക്കേണ്ടത്. അവനെ നാം ഉയർത്തുമ്പോൾ അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആകയാൽ നമുക്കൊന്നിച്ച് എല്ലാ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ബഹുമാനത്തിനും സ്തോത്രത്തിനും യോഗ്യനായ യേശു ക്രിസ്തുവിനെ ഉയർത്താം. താങ്കൾ കേൾക്കുന്ന ഈ സന്ദേശം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും നമ്മുടെ കർത്താവ് ആരാണെന്ന് മറ്റുള്ളവരെ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടി വേണ്ടിയും നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട കുറഞ്ഞത് 10 പേർക്കെങ്കിലും ഈ കേൾക്കുന്ന മെസ്സേജ് ഷെയർ ചെയ്യണമേ എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. എൻ്റെ പേര് വീവരം ജോർജ് കുട്ടി. ആത്മീയമായി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഞാനുമായി ബന്ധപ്പെടുക. എൻ്റെ സെൽഫോൺ നമ്പർ 214-603-8271 USA. ഒന്നുകൂടെ പറയുന്നു, 214-603-8271 USA. സർവശക്തനാകുന്ന ദൈവം നമ്മളെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.